അല്ല മനുഷ്യ ഇജ്ജ് ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്നത്. ഇവിടെ കൊതുകിനെ വളർത്താൻ അച്ചു പണി. കോഴിക്കാനെ വളർത്തണ മാതിരി കൊതുകിന്റെ ഇതിന്റെ കോലം ഈ കൊതുക് കടിച്ചിട്ടാണിതേ. എന്താ വിധത്തിലെ കൊതുകുകളെ വളർത്താൻ. എൻ്റെ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയില്ലേ? ഇൻ്റെ അവിടെ ഞാൻ ചെറുക്കത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നു. എനിക്കറിയോ ഇതൊക്കെ എവിടുന്ന വരുന്നത്? ഈ പരിസരത്തല്ലേ കൊതുക് വരുന്നേ. ഞാനിപ്പോ ഈ പറഞ്ഞിട്ട് പാകം എനിക്ക് മനസ്സിലായത് ഇപ്പൊ അതാ. ഞാൻ കൊടുന്ന് പാർന്ന വെള്ളം നല്ലത് പിന്നെ മഴയാണ് പെയ്താണ്. അങ്ങനെ പറഞ്ഞാണ്ട് ഒഴിവായല്ലേ. പിന്നെ ഞാൻ തത്താടിന് ഇതൊക്കെ ഒന്നുകിലും മൂട്. അതൊക്കെ പേരപ്പണി അടക്കല്ലോ. മനസ്സിലായത് പണി അടുത്ത് കൊടുക്ക് മൂടിക്കൊണ്ട് മൂടൂല. ഞാനിപ്പോ ഈ പറഞ്ഞത് ഏറെ ആയിട്ടല്ല. എന്നാ ഈ കച്ചറക്കങ്ങൾ കൊണ്ടേക്കോളി. അല്ല നിങ്ങളെ വർത്താനം കേട്ടാലേ ഇന്നത്തെ കരുതാരങ്ങള് ഈ വളർത്തൽ വെച്ച പണിയില്ല. ഞാൻ കണ്ടുകൊടുത്തോളം ഇപ്പൊ ഇവിടുന്ന് തന്നെയാണ് കാര്യമായിട്ട്. ഞാൻ അവിടെ ഒരു കോഴി ഫാം തുടങ്ങാഞ്ഞ്. അല്ല കൊതുക് ഫാം അല്ല ഇതിപ്പോ എനിക്ക് പറയാനല്ലേ ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇജ്ജ് കണ്ടമാതിരി ആശുപത്രിക്ക് എന്റെ കുട്ടികളെയും മക്കളെയൊക്കെ കൊണ്ടുപോയി. ഞാൻ ഇവിടെ കൊതുകിനെ വളർത്തി വിടല്ലേ. അതെ കൊതുകിനെ പ്രശ്നം എന്താ ഇവിടെ കുറെ നേരമല്ലോ. അല്ല ഇവിടെ ഞാൻ ഇവിടുത്തെ കൊതുകാണല്ലോ ഇവിടെ അയാളെ മകനെ കടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക്. അത് നോക്കാൻ തന്നെയാണ് ഞങ്ങള് വന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞത് നിങ്ങളെ വീട്ടിലാണ് വലിയ പ്രശ്നം എന്നാ പറയണത്. അല്ല നിങ്ങൾക്ക് ഇവർക്ക് ഇപ്പൊ ഫൈനിട്ട് തന്നതല്ലേ നമ്മള്? ഇല്ലേ അത് ലോഡ്ജിലാണ്. അത് പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ശരിയാക്കി. ഞാനെങ്ങനെ 50,000 തരുന്നു? കോട്ട അതൊക്കെ ശരിയാക്കിയാ ശരിയാവൂലേ? ഇല്ലോ പ്ലാസ്റ്റിക് അല്ലേ. അപ്പൊ അതിനല്ലേ ഹരിത കർമ്മസേനയും ഞങ്ങള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വന്നു നോക്കൂട്ടോ. 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വന്നു നോക്കും. അപ്പൊ നിങ്ങളെ ആള് തിരക്കടില്ലല്ലേ? ഇതാണ് പരിപാടി. നിങ്ങളെ പെരയിൽ കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് സാധനം റെഡി ആക്കിയിട്ട് കൊതുകിനെ വിട്ടിട്ട് നമ്മളെത്തിക്കാ വരുന്നില്ല അന്വേഷിക്കാന്. ഞാൻ 2 ദിവസം ആശുപത്രി കിടന്നിച്ച് 4,000 രൂപ ചെലവുണ്ട്. അതും കൂടി ഒന്നുകിൽ നിങ്ങൾ തരണം അല്ലെങ്കിൽ പഞ്ചായത്ത് തരണം. സാറേ ഇവര് ഫൈനിട്ട് കൊടുക്കുമ്പോ ഒരു 5 റുപ്യ ഇഞ്ചതിയിൽ അക്കൗണ്ടിലേക്ക് വിടണം. കാരണം എന്താ വെച്ചാൽ ഞാൻ 2 ദിവസം ആശുപത്രി കിടന്നിക്കണം. ഞാൻ പണി സ്വീപ്പായിക്കണ്. ഞാൻ നല്ലോണം അടങ്ങാറായി ചെയ്ത് അയാളേക്കെന്ന് വാങ്ങും. മനസ്സിലായി?